വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോളേജൊക്കെ തുറക്കാറായി. സോ എന്താ പറയുക, എനിക്കും എൻ്റെ അനിയനും പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വലിയ അൺബോക്സിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എന്താ പറയുക, നമ്മൾ സാധാരണ മേടിക്കുന്ന പോലെ ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എന്താ പറയുക, ഇപ്പോൾ കോളേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ എന്താ പറയുക എല്ലാ വർഷവും ഒന്നും വാങ്ങേണ്ട കാര്യമില്ലല്ലോ, കാരണം കുഞ്ഞു ടീനേജൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷേ എന്തോരം ഭംഗിയാണെന്നറിയാമോ, നമ്മൾ ഈ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞു ഉടുപ്പ് ബാഗുകളും കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇപ്പോഴും ചെല്ലുമ്പോൾ ഡോറയിലും ബാർബിയിലൊക്കെയാണ് നമ്മുടെ കണ്ണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ കാർട്ടൂൺ സാധനങ്ങൾ. ഇപ്പോഴും ഞാൻ കാർട്ടൂൺ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കാറുണ്ട്, പക്ഷെ അതൊരു രസമാണല്ലേ. സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് ബാഗാണ്. എന്താ പറയുക, കോളേജിലേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗാണ്. പക്ഷേ ഇത് ആണ് ഞാൻ വാങ്ങിയൊരു ബാഗ്. ബാഗറ്റിൻ്റെ ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ട്രെൻഡ്സിലെയാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഇത് ഇങ്ങനൊരു സിബുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. നമുക്കിതിനകത്ത് നമ്മുടെ എന്താ പറയുക, വല്ല ID കാർഡോ അല്ലെങ്കിൽ നമുക്ക് ചില്ലറ പൈസയൊക്കെ നമുക്കതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെയുള്ളത് ഇതിന് 2 റോ വരുന്നുണ്ട്. ഈ 2 റോയും അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്. ബുക്സൊക്കെ കുറവുള്ളൂ, കാരണം നല്ല അത് പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല സ്പേസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ കോളേജിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഇത് തന്നെ. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് ഇങ്ങനൊരു സൈഡ് ലോക്ക് ഉണ്ട്. ഇതും നല്ല അത്യാവശ്യം 2 വലിയ റോയാണ്. ഐ മീൻ നമുക്ക് വെക്കാൻ പറ്റുന്ന സ്പേസാണ്. 2 ബുക്കും കുടയും വെള്ളവും ഇരിക്കാൻ, ലഞ്ച് ബോക്സും ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് ഈ ഒരു കോളേജിലാകുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് ബുക്സ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാഗറ്റിൻ്റെ ഇതേണ്ട ഒരു പേഴ്സ് വാങ്ങി. ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഫ്രണ്ടിൽ ഇങ്ങനൊരു സിബ് വരുന്നുണ്ട്. പിന്നെ അത് ഇവിടെ സൈഡിലും ഇങ്ങനൊരു റോ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 2 കാർഡ് ഹോൾഡർ ഉണ്ട്. പിന്നെ അതെ ഇവിടെ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പീഷ്യസുമാണ്, എല്ലാ സാധനങ്ങളും വെക്കാനും പറ്റും, സെക്യൂറായിട്ട് ഇരുന്നോളൂ. ഇത് 2 ബാഗറ്റിൻ്റെ ആണ് കേട്ടോ. ഞാനിത് ട്രെൻഡ്സ് എന്ന് വാങ്ങിയതാണ് നമ്മുടെ കൊല്ലത്ത്. സോ ഇതാണ് ആദ്യം, ഇത് 2 ഞാൻ ആദ്യം വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയത് ബുക്സാണ്, നോട്ട് ബുക്സാണ് വാങ്ങിയത്. ഇത് നമ്മുടെ എല്ലാ കോളേജ് പിള്ളേരുടെയിലും കാണും, സ്കൂളിലും കാണും. അസൈൻമെൻറ്റ് പേപ്പറാണ് വാങ്ങിയത്. 2 പാക്കറ്റ് അസൈൻമെൻറ്റ് പേപ്പർ വാങ്ങി. പിന്നെ വാങ്ങിയത് നോട്ട്ബുക്കാണ് വാങ്ങിയത്. നോട്ട്ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ഹോൾസെയിൽ കടകളിൽ പോകുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും. കാരണം ഞാനും ബ്രദറും ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം എനിക്കും അവനും മൊത്തത്തിൽ 6 നോട്ട്ബുക്ക് വേണമായിരുന്നു. എനിക്ക് 6 നോട്ട്ബുക്ക് മതി. അപ്പം ക്യാമലിൻ്റെ ഈ ബുക്കാണ് വാങ്ങിയത്. ഇങ്ങനെ ഇതിനകത്ത് വരുന്നത് 6 എണ്ണമാണ്. അപ്പം ഇത് 3 എണ്ണം ഞാനെടുത്തു, 3 എണ്ണം ബ്രദറിന് കൊടുത്തു. അങ്ങനെ ഇത് 3 എണ്ണം വാങ്ങി. നോട്ടൊക്കെ എടുത്ത് കാണിക്കേണ്ട, ഞാനിങ്ങനെ പടം നോക്കി എടുക്കുന്ന ആളാണ് കേട്ടോ. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ സാധാ ലൈൻ ബുക്കാണ്. അപ്പോൾ ഇതൊരു 3 എണ്ണം വാങ്ങി. അതിൻ്റെ സെയിം തന്നെ പ്ലെയിൻ ബുക്ക് എനിക്ക് 3 എണ്ണം, അവന് 3 എണ്ണം വാങ്ങി. അതാണ്. പിന്നെയുള്ളത് ക്യാമലിൻ്റെ തന്നെ വലിയ 2 ബുക്ക് വാങ്ങി. ഇതാണ് ക്യാമലിൻ്റെ ബുക്ക് വരുന്നത്. സോറി, ഇങ്ങനെയാണ്. ഇത് ഒന്ന് പ്ലെയിൻ ബുക്കും ഒന്ന് ലൈൻ ബുക്കുമാണ്. ഇത്രയും വലിയ ബുക്ക് ചിലപ്പോഴേ ആവശ്യം വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൈൻ കുറവുള്ളത് 2 എണ്ണം വാങ്ങിയുള്ളൂ വലുത്. ഒരുപാട് നോട്ട്സും കോളേജ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് അങ്ങനെ ലെക്ചർ നോട്ട്സും കാര്യങ്ങളൊന്നും തരത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്ബുക്ക് മാത്രം മതി. പിന്നെ ഞാൻ വാങ്ങിയത്
പിൻ പോയിൻറ്റിൻ്റെ പേനയാണ്. ഞാനിത് വാങ്ങിയേക്കുന്നതൊക്കെ ഹോൾസെയിൽ കളറിനാണ് കേട്ടോ. ഞാൻ സ്റ്റേഷനറിയിൽ പോയി വാങ്ങിയില്ല, കാര്യം നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും നമുക്ക്. ഞാൻ ഇതിന് മുമ്പ് വാങ്ങുന്നതൊക്കെ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നാണ്. പക്ഷേ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് കൊല്ലത്ത് അയ്യപ്പ ബാംഗിൾസ് ഉണ്ട്, നല്ല റേറ്റ് കുറവാണ്. അതായത് 10-15 രൂപയുടെ വ്യത്യാസമൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നാട്ടിൽ വാങ്ങിയത് ഇത് ഒരു പാക്കറ്റ് ബ്ലൂ പിൻ പോയിൻറ്റ് വാങ്ങി. ഞാൻ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങി വയ്ക്കും, അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക എപ്പോഴും കടയിൽ പോകണ്ടല്ലോ. പിന്നെ മറ്റേ നമ്മുടെ 3 രൂപയുടെ പേനയില്ലേ, ഈ പേന ഒരു പാക്കറ്റ് വാങ്ങി. ആക്ച്വലി ഇപ്പം ഇതേ സെയിം തന്നെ ഞാനൊക്കെ സ്കൂളിലും കോളേജ് ഒരു സെക്കൻഡ് ഇയർ പഠിക്കുന്നത് വരെ ഒരു പേനയുണ്ട്, ഇതേ സെയിമാണ്. പക്ഷേ ക്യാപ്പ് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ക്യാപ്പല്ല, അതേ സെയിം കളർ തന്നെ വരുന്ന ക്യാപ്പാണ്. നല്ലൊരു മണം കേട്ടോ ആ പേനയ്ക്ക്. അതായത് നമ്മൾ ഇങ്ങനെ നോട്ട്സ് എഴുതുമ്പോഴും ഈ ആൻസർ ഷീറ്റൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര മണമാണ് പേനയ്ക്ക്. 3 രൂപയുള്ളൂ ആ പേനയ്ക്ക്. പക്ഷെ ഇപ്പോൾ ആ പേന കിട്ടുന്നില്ല. പക്ഷെ നല്ല സൂപ്പർ പോയിൻറ്റുമാണ്, നല്ലൊരു മണവുമാണ്. അപ്പം പേപ്പർ എടുക്കുക വായിക്കുന്ന, ഇപ്പം പേപ്പർ ആണെങ്കിൽ പോലും എക്സാമിൽ വായിക്കാൻ എടുക്കുന്നവർക്ക് ഈ ഒരു മണം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് അങ്ങനെ അടിച്ചു കയറുന്ന ഒരു മണമല്ല, പക്ഷെ അടിപൊളി മണം. പക്ഷേ ഇപ്പോൾ ആ പേന ഇറങ്ങുന്നില്ല. അതിനാണ് ഈ പെൻസിൽ മണമൊന്നുമില്ല, നല്ല പേനയാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഇത് നമ്മുടെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഇത് ജെല്ലല്ലാത്ത പല കളറിലുള്ള ബോൾ പെന്നും, പിന്നെ ഇത് മറ്റേ നമ്മുടെ ഗ്ലിറ്റർ പെൻ ഉണ്ടല്ലോ, അതാണ് വാങ്ങിയത്. എനിക്കിത് കടകളിലൊക്കെ പുറത്ത് വാങ്ങിക്കാനായിട്ട് നല്ല റേറ്റ് ഉണ്ടാവുമായിരിക്കും. ഇവിടെ എനിക്ക് പാക്കറ്റിൻ്റെ റേറ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഇതൊരു പാക്കറ്റ് 70 രൂപയുള്ളൂ. ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ റേറ്റ്. പക്ഷേ ഈ ഒരു റേറ്റിനേക്കാളും കുറച്ചാണ്, 10 രൂപയും കൂടെ കുറയുമായിരിക്കും. 10 രൂപയാണോന്ന് അറിയില്ല, കാര്യം ഞാൻ അവിടെ ടാങ്ക് കണ്ടപ്പോൾ ടാങ്കിൻ്റെ റേറ്റ് ചോദിച്ചു. ഇപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു കടയിൽ ഒരു ടാങ്കിന് 165 രൂപയാണ്, പക്ഷെ അവിടെ 155 രൂപ ടാങ്കിന്. 10 രൂപ കുറവുണ്ട്. നമ്മൾ സാധാ സൂപ്പർ മാർക്കറ്റിൽ 165 രൂപയ്ക്ക് കിട്ടുന്ന ടാങ്ക് ഇവിടെ 155 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പം എനിക്ക് അതിന് 10 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു, കുറവാണ് 10 രൂപ. അപ്പോൾ എല്ലാത്തിനും 10 രൂപയാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പ്രൈസ് പറയാത്തത്. പിന്നെ സ്കെച്ച് പെൻ വാങ്ങിച്ചു. കൊച്ചു പിള്ളേരാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ സ്കെച്ചൊക്കെ വാങ്ങുന്നത് അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പല കളേഴ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ വരയ്ക്കില്ല അത്. പിന്നെ എന്താ പറയുക, ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് കളർ വേണമെങ്കിലും അടിക്കാമല്ലോ. അങ്ങനെയാണ് സ്കെച്ച് വാങ്ങിച്ചത്. കാരണം ഇതൊന്നും വാങ്ങിക്കാത്ത സമയത്ത് ഇവിടെ സ്കെച്ചിനൊക്കെ ആവശ്യം വരും, അപ്പോൾ സ്കെച്ച് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനൊരു സിസേഴ്സ് മേടിച്ചു, പേപ്പർ കട്ട് ചെയ്യുന്ന. എൻ്റെ കയ്യിലുള്ളത് മോച്ചയില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ എന്താ വാങ്ങിയത്, പിന്നെ നമ്മുടെ സാധാ ബ്രൗൺ പേപ്പർ, പിന്നെ അബ്സറയുടെ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങി. കാരണം ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും. പിന്നെ ഞാൻ മാർക്കറും പേപ്പറുമാണ് വാങ്ങിയത്. ഇതിൻ്റെ റബ്ബർ വാങ്ങി. പിന്നെ നമ്മുടെ ഫെവിക്കോള്, പിന്നെ ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ നമ്മുടെ മാർക്കറും പിന്നെ വൈറ്റ്നർ, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ എന്താ വാങ്ങിയത്, ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഇതായിട്ട് ഒന്നുമില്ല. പിന്നെ അതേണ്ട റെഡ് കളറിലൊരു മാർക്കറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതേ കേട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കട്ട് മേടിച്ചു. പിന്നെ നമ്മുടെ സ്റ്റേപ്ലറിൻ്റെ പിന്ന്, പിന്നെ പേപ്പർ ടൈ ചെയ്യുന്ന ക്ലിപ്പ്, ഒരു സെല്ലോ ടേപ്പ് വാങ്ങി. കാരണം ഇതൊക്കെ എത്ര മേടിച്ചാലും ഞാൻ ഉണ്ടാവില്ല, ഞാൻ വലുതൊരെണ്ണോ ഞാൻ വാങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ പ്ലെയിൻ പേപ്പർ ഒരു പാക്കറ്റ്, ലൈൻ പേപ്പറും വാങ്ങി, ഒരു പാക്കറ്റ് പ്ലെയിൻ പേപ്പറും വാങ്ങി. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, എനിക്ക് അനിയനും കൂടി ആയതുകൊണ്ട് തന്നെ പേപ്പർ ഞാൻ എന്തെങ്കിലും വെച്ചേക്കത്തതുള്ളൂ. അവൻ നാശം എടുത്തോട്ടോ. ബുക്സ് മാത്രം ഞാൻ കൊടുത്തു. പിന്നെ അവൻ വാങ്ങിയ പേന, അവൻ ബ്ലാക്ക് പെൻ വെച്ചെഴുതുന്ന ആളാട്ടോ. അവൻ്റെ പേന ആ റൂമിൽ കൊണ്ട് വെച്ചു. പെൻഡോക്ക് എന്നെന്താ പറഞ്ഞൊരു പേനയാണ് ബ്ലാക്ക് അവൻ വാങ്ങിയത്. പിന്നെ സാധാരണ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഞാൻ വാങ്ങിയത്. അവൻ കൂടെ വരില്ല, ഞാനാ എല്ലാം മേടിച്ചു കൊടുക്കുന്നത്. അതാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഇപ്പം കുട. എന്തോരം മഴയല്ലേ. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി വിയിലൊക്കെ കണ്ടില്ല, എറണാകുളം അങ്ങോട്ടുള്ള സൈഡുകളിൽ. ഞാൻ കൊല്ലത്താണ്, അപ്പോൾ കൊല്ലത്തും കുറേ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ മൺട്രോത്തുരുത്താണ്. അപ്പം ഇതുവരെ ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ എന്നാലും താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ
ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇനിയും ശക്തമായ മഴ വരും എന്നാണ് പറയുന്നത്. അറിയില്ല എന്താവും എന്നുള്ളത്. അപ്പം ഇത് എൻ്റെ കയ്യിൽ കോളേജ് ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ തൊട്ടൊരു കുട ഉണ്ടായിരുന്നു. ഒരു 6-7 കൊല്ലം ഞാൻ ഉപയോഗിച്ചു. പക്ഷേ ആ കുട ആരും എടുത്തിട്ട് ഒരു ബ്ലാക്ക് കുട കേട്ടോ. അപ്പം ഇതാണ് കുട. ഒരു കുട വാങ്ങിച്ചു. എന്താ പറയുക, നല്ല കുടയാണ് കേട്ടോ. അപ്പം കൊല്ലത്ത് ന്യൂ അംബ്രല്ലാസ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. എൻ്റെ കൂടെ സ്കൂളിൽ LKG തൊട്ട് പഠിച്ച എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളുടെ ഫാദറിൻ്റെ ഷോപ്പ്. അവിടെ പോയാണ് നമ്മളെപ്പോഴും കുട മേടിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഇന്നലെ മേടിച്ചതാണ്. പിന്നെ അവനൊരു റെയിൻകോട്ടും വാങ്ങിച്ചു. അത് അവൻ്റെ കയ്യിലാണ് ആ റെയിൻകോട്ട് ഇരിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത്, ഞാൻ 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കോളേജിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ട്രെൻഡ്സ് നാട്ടോ എടുത്തേ. ഇതാണൊരു ടോപ്പ്. ഇങ്ങനെയാണ് മൊത്തം വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ ഇങ്ങനെ ഇങ്ങനെ വർക്ക് സീക്വൻസ് പോലെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞത് കളറും സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കടകളിലൊക്കെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കം ആയതുകൊണ്ടാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ കടകൾ. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു ഷോർട്സ് എടുത്തേക്കുന്നത്. ഞാനങ്ങനെ ട്രൈ ചെയ്യുന്നത് അതായത് ഇത് ഞാൻ ട്രെൻഡ്സ് എന്നാട്ടോ എടുത്തത്. ഇതിന് 600 രൂപയാണ് എന്താ പറയുക ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് മാത്രമാണോ അറിയില്ല, പണ്ട് ട്രെൻഡ്സിലെ ഡ്രസ്സ് ഭയങ്കര ക്വാളിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ചില ഡ്രസ്സ് നമ്മൾ നല്ല പൈസയ്ക്ക് മേടിച്ച് ഒരൊറ്റ വാഷ് ചെയ്യുമ്പോൾ ഫുൾ ബ്ലീച്ച് ആയിപ്പോവും. ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് പറയാം. ഈ സെയിം ക്യാമറയിൽ കാണുന്ന കളർ തന്നെയാണ് നേരിട്ടും, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇത് കഴുകി കഴിയുമ്പോൾ ഈ ഗോൾഡൻ കളറൊക്കെ ഫെയ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ ഇതൊരെണ്ണം വാങ്ങി. ഇത് ഞാൻ ട്രെൻഡ്സ് എന്നാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞാൻ കുറേ കടകളിൽ കയറി ഇറങ്ങി ആക്ച്വലി. പിന്നെ ഇതേണ്ടേ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സാണിത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, കോളറാണിത് ഇങ്ങനെ വരുന്നത്. പിന്നെ ഫുൾ ഇങ്ങനെ ആക്ച്വലി ഇത് ഫുൾ ഓപ്പൺ അല്ല. ആദ്യത്തെ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ എന്താ പറയുക ഫുൾ ഇതായിട്ട് വരുന്നത് ഫ്രോക്കായിട്ടാണ്. ഇത് ഞാൻ വെറ്റ്ലാൻഡിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ പല കടകളിൽ കയറി, ട്രെൻഡ്സിൽ കയറി, വെറ്റ്ലാൻഡിൽ കയറി, പിന്നെ സുഡിയോയിൽ കയറി. ആദ്യം സുഡിയോയിൽ ഞാനൊന്നും എടുത്തില്ല. ബ്രദറിന് 3 ടീഷർട്ട് മാത്രമേ എടുത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ സുഡിയോയിൽ കളക്ഷൻസ് ഭയങ്കര മോശമായിരുന്നു. എനിക്ക് 2-3 ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെയൊക്കെ താഴെ ഇങ്ങനെ കയറിയിരിക്കുന്നു. ഭയങ്കര മോശം കളക്ഷൻസും ഒന്നും ഇല്ലായിരുന്നു സുഡിയോയിൽ. അപ്പോൾ ഞാൻ സുഡിയോയിൽ നിന്നൊന്നും എടുത്തില്ല. ബ്രദറിന് 3 ടീഷർട്ട് ഞാൻ വാങ്ങി. അതൊരു ഒരു സ്കിൻ കളറിൽ 2 ഡാർക്കറും ലൈറ്റ് ഷെയ്ഡും. പിന്നെ എൻ്റെ ഈ ടീഷർട്ടിൻ്റെ ഒരു കളർ പോലത്തെ ഒരു ടീഷർട്ട് വാങ്ങിയായിരുന്നു അവന്. ഇത് വെറ്റ്ലാൻഡിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതിന് എത്രയാ 635 635 രൂപയാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു ഫ്രോക്ക് മോഡൽ ഇത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി. എന്താ പറയുക, ഒരുവിധം 700-800 ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെ. ഇത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ കൂടെ ഒരു പലോസോ വാങ്ങിച്ചു. കാരണം ചിലപ്പോൾ മറ്റേ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സിന് ചിലപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് ഒരിത് വരാറുണ്ട്, എന്താ പറയുക ഇറക്കക്കുറവ് വരും. അപ്പം ലെഗിൻസ് ഇടുമ്പോൾ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് വാങ്ങിയത്. ഒരു പലോസോ ഒരു സേഫ്റ്റിക്ക് ഞാൻ വാങ്ങിച്ച് വെച്ചു. പിന്നെ ഞാൻ വാങ്ങിയത് സുഡിയോയിൽ നിന്ന് ഞാൻ ഇന്നർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഇങ്ങനെ പാക്ക് ഓഫ് 3 കിട്ടുമല്ലോ, അതിൽ ഈ ഫുൾ ടൈപ്പ് ബ്രീഫ് ഉള്ളത് വാങ്ങിച്ചു. ഇത് ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന ഇത് 2 കളറ്, പിന്നെ ഇത് 2 അങ്ങനെ 2 വാങ്ങി. ഞാൻ അവിടുന്ന് ഇന്നേഴ്സ് മാത്രമേ മേടിച്ചുള്ളൂ. കാരണം ഞാൻ സുഡിയോ ഇന്നർ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മേടിച്ചേക്കുന്നത് ഇതും 2 ഇന്നറാണ് ഞാൻ വാങ്ങിയത്. ആക്ച്വലി ഇവിടുത്തെ 2 ഇന്നേഴ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല സുഡിയോയിലത്. എന്താ പറയുക,
ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അവിടെ നിന്ന് അതാ വാങ്ങിയത്, വേറെ ഒന്നും ഞാൻ വാങ്ങിയില്ല. അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക കോളേജ് പ്രമാണിച്ചുള്ള അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം നമ്മൾ കുട്ടിയല്ലല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഇങ്ങനെ സ്കൂൾ പോലെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഇപ്പം ഈ വാങ്ങുന്ന ബുക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് 2 സെമ്മൊക്കെ ചിലപ്പോൾ യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ പേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണമെങ്കിലേ ഉള്ളൂ. പിന്നെ എനിക്ക് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ നമ്മുടെ ഡെയിലി നമുക്ക് ബ്ലാക്ക് കോമൺ കളേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ തന്നെ കുറച്ച് നീഡ് വരും. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് ഞാൻ 2 ടോപ്പേ എടുത്തുള്ളൂ. എന്താ പറയുക, ഒരു 4 എടുക്കണമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷെ ഞാൻ ആദ്യമല്ല ട്രെൻഡ്സിൽ കയറി. ട്രെൻഡ്സിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ എടുത്തപ്പോൾ എന്താ പറയുക, നല്ല റേറ്റ് ഉണ്ട്. ഒരു 1000-2000 സംതിങ് റേറ്റ്. ട്രെൻഡ്സിൽ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സിന് ആ ഒരു വേർത്ത് അല്ല, നമ്മൾ എടുക്കുന്ന സാധനത്തിന് ഒരു വേർത്ത് ഇല്ല. അതുകൊണ്ട് ട്രെൻഡ്സിൽ ബെസ്റ്റ് ജീൻസും ടോപ്സിനൊക്കെ ഒരുവിധം കളക്ഷൻസ് ഉണ്ട്, റേറ്റും കുറവും. ടോപ്പൊക്കെ 499 കിടപ്പുണ്ട്, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു സെക്ഷൻ ബോഷാണ്, അത് അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാനിത് എടുത്തത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചേക്കില്ലേ, അവിടെ ആ ടേബിളിൽ അവിടെ നിന്നാണ് ഞാൻ ഈ ടോപ്പ് എടുത്തത്. പിന്നെ ഞാൻ അവിടെ നിന്ന് പലോസോ വാങ്ങാൻ നോക്കിയപ്പം 700-800 ഉണ്ട്. തിരിച്ച് വെറ്റ്ലാൻഡിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആ പലോസ വാങ്ങിയത് 255. അപ്പോൾ പക്ഷെ വ്യത്യാസമുണ്ട് ബ്രാൻഡിൻ്റെ, ശരിയാ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു പലോസോ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പ്രിൻ്റ് വരുന്നത്, ഇതേ സെയിം ടോപ്പിൻ്റെ തന്നെ കുറേ സിൽവറല്ല ഗോൾഡൻ കളറ് പലോസോ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബ്ലീച്ച് ചെയ്ത് പോവുക ചെയ്തത്. പിന്നെ വെറ്റ്ലാൻഡിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ളതുകൊണ്ട് കൂടുതലായിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ചില ഡ്രസ്സിന് ഭയങ്കര വില, ഞാൻ ഒട്ടും വിലയില്ല, അങ്ങനത്തെ ഒരു എനിക്ക് തോന്നി. പിന്നെ ഞാൻ സുഡിയോയിലാണ് പോയത്. സുഡിയോയിൽ കളക്ഷൻസ് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നി വെക്കേഷനൊക്കെ കഴിയാറായതുകൊണ്ട് എല്ലാവരും വന്ന് എടുത്തിട്ട് പോകും, കാരണം കോളേജിലൊക്കെ പോകേണ്ടവർക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ കളക്ഷൻസ് ഇല്ലാത്തത്. പക്ഷെ എന്നാലും വെസ്റ്റേൺ വെയർ നല്ല രീതിയിൽ കിടപ്പുണ്ട്. അപ്പം ഇതിൽ 3-ൽ വെച്ച് കമ്പയർ ആണെങ്കിൽ ഞാൻ പറയുന്നത് ട്രെൻഡ്സ് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ ആണ് നമുക്ക് എടുക്കാം. നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം, മെറ്റീരിയൽ നോക്കി എടുക്കണം. വെറ്റ്ലാൻഡിൽ നമുക്ക് വെറ്റ്ലാൻഡും ട്രെൻഡ്സും കൂടെ കമ്പയർ ചെയ്യുമ്പം ട്രെൻഡ്സിൽ ചിലപ്പോൾ ചില ഡ്രസ്സിന് ഒട്ടും വില കാണില്ല. വെറ്റ്ലാൻഡിൽ അതേ ടൈപ്പ് ഡ്രസ്സിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷെ ട്രെൻഡ്സിന് റേറ്റ് കൂടിയ സാധനം ഇവിടെ കുറവായിരിക്കും. അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് തോന്നി. പക്ഷെ ട്രെൻഡ്സും വെറ്റ്ലാൻഡും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. രണ്ട് ഡിഫറെൻറ്റ് ഇതാണ്. പക്ഷേ എന്താ പറയുക, ഇവർ കൊടുക്കുന്ന ഈ ബ്രാൻഡ്സൊക്കെ തന്നെ ട്രെൻഡ്സിൻ്റെ തന്നെ എനിക്ക് സെക്കൻഡ് കോപ്പി ബ്രാൻഡ്സൊക്കെ ആണെന്ന് തോന്നുന്നു ഉണ്ടല്ലോ. അതേപോലത്തെ മെറ്റീരിയൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തു, അതിൻ്റെ ഒരു ടാഗ് ചെയ്ത് ഒരെണ്ണം കണ്ടപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. പിന്നെ സുഡിയോ ഞാൻ പൊതുവെ കൊല്ലം സുഡിയോയിൽ വലിയ കളക്ഷൻസ് എനിക്ക് തോന്നി. ഞാൻ 3-4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് വലിയ കളക്ഷൻസ് തോന്നിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരിക്കൽ പോലും നല്ലൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല. പിന്നെ അവസാനം വെസ്റ്റേൺ വെയർ വീട്ടിലിടുന്ന എന്തെങ്കിലും ഇടുവല്ലേ, വെസ്റ്റേൺ വെയർ ടോപ്പ് ഏതെങ്കിലും എടുക്കാൻ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഭയങ്കര മഴയാണ് പുറത്ത്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, സൂക്ഷിക്കുക. ഇനിയും നല്ല രീതിയിൽ മഴ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അതുവരെ ടാറ്റാ.